ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC ഹിസ്റ്ററി ചാപ്റ്റർ 5 ഏതാണ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ, ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പബ്ലിക് ഒപ്പീനിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്നോ ഡിഫൈൻ പബ്ലിക് ഒപ്പീനിയൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് ഏജൻസീസ് ദാറ്റ് ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതിപ്പോൾ പിയർ ഗ്രൂപ്പ്സ് ആവാം, ഫാമിലി ആവാം, എഡ്യൂക്കേഷൻ ആവാം, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അതൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്താണ്: വാട്ട് ആർ ദ പ്രിവെന്റീവ് മെഷേഴ്സ് ഷുഡ് വി ടേക്ക് അഗെയിൻസ്റ്റ് ദ സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് മെസ്സേജസ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വന്ന് നാളെ അവധിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും എടുക്കാൻ നിൽക്കും, പിന്നെ അത് സ്റ്റാറ്റസ് വയ്ക്കും, അങ്ങനെ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഡിഫൈൻ മീഡിയ ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. മീഡിയ ലിറ്ററസി എന്താണെന്നും ഡിജിറ്റൽ ലിറ്ററസി എന്താണെന്നുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഏതൊക്കെ വരും? ഇല്ലിറ്ററസി, ഡിജിറ്റൽ ഡിവൈഡ്, അങ്ങനെയുള്ള പോർഷൻസ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻ മതി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററും സൂപ്പർ സെറ്റ്.